ട്രിവാൻഡ്രം ലുലു മാളിലെ നോൺ വെജ് സെഷനാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വലിയ സൈസ് ചൂരയും വലിയ സൈസ് നെയ്മീനും നമുക്കിവിടെ നിന്ന് ഫ്രഷായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ട്രിവാൻഡ്രം ലുലു മാളിൽ നോൺ വെജിൻ്റെ സെഷനിൽ പൊതുവായിട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസ് അത് ഫ്രഷ് അല്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കമൻസുകൾ വരാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സാധാരണയായിട്ട് റെഗുലറായിട്ട് ഞാൻ ട്രിവാൻഡ്രം ലുലു മാളിൽ മാസത്തിൽ ഒരു 15-20 പ്രാവശ്യത്തോളം പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കാണുന്ന മീനായിരിക്കില്ല അടുത്ത ദിവസം കാണുന്നത്. അതൊന്നാമത്തെ കാര്യം. അതും പോട്ടെ, നമ്മുടെ ഈ ട്രിവാൻഡ്രം ലുലു മാളിൽ മീനിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു പാർട്ട്ണർ വന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് അത്യാവശ്യം ഫ്രഷായിട്ടുള്ള മീനുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അതോടൊപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, നമ്മളും ഇത് ഇവിടെ നിന്ന് പല സമയത്തും മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ആ മീനൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ്നെസ് ഉണ്ട്. വേറൊരു കാര്യം, നമ്മുടെ ആ ഒരു ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബേസ് പ്രൈസിലാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ ഫിഷിംഗ് മാർക്കറ്റ് ഉണ്ട് എന്നിരിക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ വിവിധ ഇനം നെയ്മീനുകളും ചൂരയും അതോടൊപ്പം തന്നെ കായൽ മത്സ്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫിഷിംഗ് സെഷനാണ്, ആ ഫിഷിൻ്റെ ആ ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക്കായിട്ട് ഇവിടെ നിന്ന് അതിൻ്റെ ആ ഒരു MRP റേറ്റ് അനുസരിച്ചിട്ട് തൂക്കി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ലുലു മാളിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ചിക്കൻ, മട്ടൻ, ബീഫ്, ഫിഷ്. അപ്പോൾ നമ്മളിനി അടുത്ത സെഷനായിട്ടുള്ള ബീഫ് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ബീഫ് കൂട്ടാത്ത മലയാളികൾ ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ കേരളത്തിൽ ബീഫ് കൂട്ടുന്ന മലയാളികൾ നോർത്തിലോട്ട് പോകുമ്പോഴേക്കും അവർക്ക് ബീഫ് കഴിക്കാനുള്ള ഒരു വിമുഖത ഉണ്ട്. കാരണം പല പല കാരണങ്ങൾ കൊണ്ടാണ്. അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ബീഫിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ ബീഫിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ചേർത്തിട്ട് പൊറോട്ടയുടെ കൂടെ ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് പെരട്ടിയത് എന്നൊക്കെ പറഞ്ഞ് പല പല വെറൈറ്റീസിൽ നമുക്ക് ബീഫും കൂടെ ചേർത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബായിരിക്കും. നമുക്ക് ബീഫിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, ബീഫിൻ്റെ ഓരോ പോർഷൻസും നമുക്ക് ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. പക്ഷേ ഓരോ പോർഷൻസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ചിക്കൻ ഐറ്റംസ് ആയാലും ശരി, ഫിഷ് ഐറ്റംസുകളായാലും ശരി, ബീഫ് ഐറ്റംസിലായാലും ശരി, എല്ലാം മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. മസാല ഇട്ട് വാങ്ങിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു റിസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഒരാൾക്കാർക്ക് നല്ല സ്പൈസി ആയിരിക്കും വേണ്ടത്, ചില ആൾക്കാർക്ക് ഉപ്പ് കുറവ് വേണ്ടത്, ഉപ്പ് കൂടുതലായിരിക്കും വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും റോ ആയിട്ടുള്ള ചിക്കൻ ഐറ്റംസിലായാലും ഫിഷ് ഐറ്റംസിലായാലും ശരി, ബീഫ് ഐറ്റംസിലായാലും വാങ്ങിക്കുക. നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്തിട്ട് വാങ്ങിക്കുക. എസ്പെഷ്യലി ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരോട് നമുക്കിത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചിക്കൻ ഐറ്റംസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഡ്രം സ്റ്റിക്കാണ്. ചിക്കൻ്റെ ആ ഒരു ലെഗ് പീസൊക്കെ ഉള്ള ഒരു സെഷനാണ്. ഒരു രക്ഷയില്ല, സൂപ്പർബാണ്. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നത് സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ചിക്കൻ കഴിഞ്ഞതിന് ശേഷമുള്ള നല്ല കിടിലൻ മട്ടൻ്റെ ഒരു സെഷനാണ്. മട്ടൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മട്ടൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, മട്ടൻ്റെ ഓരോ പോർഷൻസും ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുക, നമുക്കത് റീസണബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടൻ്റെ ആ ഒരു കാലിൻ്റെ ഒരു പീസാണ്. കണ്ടോ, മസാലയൊക്കെ ഇട്ട് സംഭവം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബായിരിക്കും ഗൈസ്. അപ്പോൾ ട്രിവാൻഡ്രം ലുലു മാളിൽ ഇന്നത്തെ നോൺ വെജ് സെഷൻസിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കു റോക്ക്. ബൈ.